അർദ്ധരാത്രി 60 വയസ്സുള്ള അറബി വെള്ളം കുടിച്ചിട്ട് വെച്ച പൂജ. അത് പിന്നീട് എടുത്ത ഭാര്യ അതിനകത്ത് കണ്ട കാഴ്ചയിൽ വാ പൊത്തിപ്പോയി. എന്താണ് ആ സ്ത്രീ അതിലേക്ക് കണ്ട കാഴ്ച? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. തമിഴ്നാട്ടിലെ സേലത്താണ് ജ്വല്ലറി ഉടമയായ ഷാനവാസും ഭാര്യയും 3 മക്കളും താമസിച്ചിരുന്നത്. ഷാനവാസിന് 3 പെൺമക്കളാണ്. അതിൽ മൂത്തവളാണ് തനൂജ. നല്ല പ്രതാപത്തോടെ ജീവിച്ചിരുന്ന ആ കുടുംബത്തിൻ്റെ മേൽ കഷ്ടകാലത്തിൻ്റെ കരിനിഴൽ വരികയാണ്. ഷാനവാസിൻ്റെ ജ്വല്ലറിയിലെ കച്ചവടം നിലം പൊത്താൻ തുടങ്ങി. പിടിച്ചു നിൽക്കാൻ വേണ്ടി പലരിൽ നിന്നായി ഷാനവാസ് കടം വാങ്ങിക്കൂട്ടി. ഒടുവിൽ കച്ചവടവും പൊളിഞ്ഞ് കടക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെയുമായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഷാനവാസ് വലഞ്ഞു. കഷ്ടകാലം പിടിച്ചതോടെ എല്ലാവരും അയാളെ കൈയൊഴിയുകയാണ്. തനൂജയ്ക്ക് ചിത്രകലയിലായിരുന്നു ഏറെ കമ്പം. അവൾ തൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ ക്യാൻവാസിലേക്ക് പകർത്തും. ചിത്രരചന പഠിക്കാനായിട്ട് തനൂജ സേലത്തെ ഒരു ഫൈനാൻസ് കോളേജിൽ ചേർന്നിരുന്നു. അവൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ ടീച്ചേഴ്സിന് പോലും കൗതുകം തോന്നിക്കുന്നതായിരുന്നു. കാരണം അതിനൊക്കെ ഒരു ജീവൻ വച്ചതുപോലെ ആയിരുന്നു. വലിയൊരു ചിത്രകലാകാരി ആവാനായിരുന്നു തനൂജയ്ക്കിഷ്ടം. ആ സമയത്താണ് തനൂജ ഷാഹുൽ എന്ന ചെറുപ്പക്കാരനെ ആ കോളേജിൽ വെച്ച് പരിചയപ്പെടുന്നത്. പോകെ പോകെ ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയാണ്. ഷാഹുൽ തനൂജയുടെ സീനിയറായിരുന്നു. ചായക്കൂട്ടുകളുടെയും ചിത്രങ്ങളുടെയും ലോകത്ത് ജീവിച്ച തനൂജയ്ക്ക് കുടുംബത്തിന് വന്ന പ്രതിസന്ധി കണ്ടു നിൽക്കാൻ മാത്രമേ പറ്റിയുള്ളൂ. വീട് ജപ്തി ഭീഷണിയിലായി. ജ്വല്ലറിക്ക് പൂട്ടും വീണു. ഉറക്കമില്ലാത്ത രാത്രി ഷാനവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവസാനം ഒരു ദിവസം രാത്രി ഭാര്യയെയും 3 മക്കളെയും അയാൾ അടുത്ത് വിളിച്ചിരുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും കേൾക്കാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ ഉമ്മയ്ക്കും മക്കൾക്കും ഒന്നും മനസ്സിലായില്ല. അയാൾ തനൂജയുടെ തലയിൽ തടവിക്കൊണ്ട് പറയുകയാണ്, മോളെ, അബ്ബയുടെ പിടിപ്പുകേട് കൊണ്ട് എല്ലാ അബ്ബയ്ക്കും നഷ്ടമായി. ഇനിയും നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് അബ്ബയെയും ഈ കുടുംബത്തിനെയും രക്ഷപ്പെടുത്താൻ ഇനി നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് കേട്ട് തനൂജ അന്തം വിട്ടിരുന്നു. ഷാനവാസ് പറഞ്ഞു, കച്ചവടത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ദുബായിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഷേഖ് അൽഹമദിനെ പരിചയപ്പെട്ടിരുന്നു. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രമേ നമ്മുടെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ ഒരു ഡിമാൻഡ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ തയ്യാറായാൽ മാത്രമേ നമ്മളെ തിരിച്ചു സഹായിക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് എന്താണ് അബ്ബ എന്ന് തനൂജ ചോദിച്ചപ്പോൾ ഷാനവാസ് പറഞ്ഞത്, നീ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ തയ്യാറാവണം. അദ്ദേഹത്തിന് 60 വയസ്സ് പ്രായമുണ്ട്. ഇത്രയും കേട്ടതും തനൂജയും ഉമ്മയും അനിയത്തിമാരും നടുങ്ങിപ്പോയി. അവളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ തനൂജയുടെ ഉമ്മയും അബ്ബയും അവളുടെ തീരുമാനം കേൾക്കാനായി അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തനൂജയ്ക്ക് അവളുടെ സ്വപ്നങ്ങളും ഷാഹുലും ഒക്കെ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും സാധിച്ചില്ല. അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ അബ്ബയോട് പറഞ്ഞു, അബ്ബ, എന്നെ നിർബന്ധിക്കരുത്, എനിക്കിത് പറ്റില്ല. ഇത് കേട്ട് അവളുടെ ഉമ്മ പറഞ്ഞത്, മോളെ, നീ ഇതിന് തയ്യാറായില്ലെങ്കിൽ ഈ കുടുംബം ഇവിടെ തീരും. നിന്റെ സഹോദരങ്ങളുടെ ഭാവിയും കുടുംബത്തിൻ്റെ നിലനിൽപ്പും ഓർത്തെങ്കിലും നീ ഈ ഒരു ത്യാഗം ചെയ്യണം. ഇത് കേട്ട തനൂജയ്ക്ക് ഭൂമി നിലച്ചതുപോലെ തോന്നി. ഒടുവിൽ എല്ലാ സ്വപ്നങ്ങളും എല്ലാം കാറ്റിപ്പറത്തി അവൾ ആ കല്യാണത്തിന് സമ്മതം മൂളുകയാണ്. ഷാഹുലിനെ കണ്ടപ്പോൾ തൻ്റെ നിസ്സഹായാവസ്ഥ കരഞ്ഞുകൊണ്ട് തന്നെ തനൂജ അറിയിച്ചു. പക്ഷേ ഷാഹുലിനും തനൂജയെ ഇതിൽ നിന്നും രക്ഷിക്കാനുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അങ്ങനെ വിഷമത്തോടെ ഇവർ 2 പേരും പിരിഞ്ഞു. ആ സമയം ഷാനവാസിൻ്റെ അനുകൂല മറുപടി കേട്ട ഷേഖിന് അത്യധികം സന്തോഷമാവുകയാണ്. വലിയ ഒരു ആഡംബര ഹോട്ടൽ വെച്ച് ഷേഖിൻ്റെയും തനൂജയുടെയും കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു. ഷേഖ് ദുബായിൽ നിന്നും സ്വന്തം വിമാനത്തിലാണ് എത്തിയത്. വന്നപ്പോൾ അയാളുടെ ഒപ്പം അയാളുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് കരീമും ഉണ്ടായിരുന്നു. പിന്നെ 2 ഡോക്ടേഴ്സ് എന്നിവരും ഉണ്ടായിരുന്നു. വേറെ ആരുമില്ല. തനൂജ വെറും ഒരു ഡമ്മിയെ പോലെയാണ് വിവാഹ വേഷത്തിലൊക്കെ നിന്നത്.
ഈ സമയത്തെല്ലാം ഷാനവാസും കുടുംബവും ഒരു സംശയത്തിനും ഇട നൽകാതെ ഷേഖിനെയും കൂടെ വന്നവരെയും സൽക്കരിച്ചുകൊണ്ടിരുന്നു. കല്യാണം കഴിഞ്ഞതോടെ ഷേഖ് അൽ-ഹമദി ഷാനവാസിന്റെ മുഴുവൻ പ്രാരാബ്ധവും തീർത്തു കൊടുത്തു. ഷാനവാസിന് ആശ്വാസവും തനൂജയ്ക്ക് മനപ്രയാസവും അത്ര തന്നെ. വിവാഹത്തിന്റെ അന്ന് തന്നെ തനൂജയും കൂട്ടി ഷേഖ് ദുബായിലേക്ക് പറന്നു. അവിടെ ചെന്ന് തനൂജ കാണുന്നത് വലിയൊരു കൊട്ടാരമാണ്. എന്നാൽ അതിനകത്ത് കയറിയപ്പോഴാണ് അവൾക്ക് ഒരു കാര്യം അറിയാനായത്. തന്നെ കൂടാതെ 3 ഭാര്യമാർ ഓൾറെഡി ഇയാൾക്കുണ്ട്. അതിൽ മക്കളും ഉണ്ട്. തനൂജയെ ഒരു വില്ലത്തിയായിട്ടാണ് അവരെല്ലാവരും കരുതിയിരുന്നത്. ഷേഖിന്റെ മക്കളായ സുൽഫത്തും ബാദ്ഷായും വളരെ പുച്ഛത്തോടെയാണ് തനൂജയെ നോക്കിയത്. തനൂജയ്ക്ക് താൻ ഇവിടെ ഒരു അടിമയുടെ ജീവിതം നയിക്കേണ്ടി വരുമോ എന്ന് ഓർത്ത് ഭയം തോന്നാൻ തുടങ്ങി. എന്നാൽ ഷേഖ് അഹമ്മദിക്ക് തനൂജയിലെ ഒരു ദയയും വാത്സല്യവും ഒക്കെ ആയിരുന്നു. സുൽഫത്തും ബാദ്ഷായും കരുതിയിരുന്നത് തങ്ങളുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വന്നവളാണ് ഇവൾ എന്നാണ്. പക്ഷേ ഷെയ്ഖ് അഹമ്മദിൻ്റെ 3 ഭാര്യമാരിൽ 2ാമത്തെ ഭാര്യയ്ക്ക് തനൂജയോട് ഒരു പ്രത്യേകതരം സ്നേഹം ഉണ്ടായിരുന്നു. തനൂജയിലെ കലാകാരിയെപ്പറ്റി ഷേഖിന് നേരത്തെ അറിയാം. അതൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ അയാൾ തീരുമാനിക്കുകയാണ്. അവളുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചിത്രം വരയ്ക്കുന്നതിനുമൊക്കെ അയാൾ ചെയ്തു കൊടുത്തു. ദുബായിലെ തന്നെ മറ്റൊരു പാലസിൽ വച്ചായിരുന്നു ഇവരുടെ ഒരു 4 ദിവസത്തിന് ശേഷമുള്ള ആദ്യ രാത്രി പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇവരുടെ ആദ്യ രാത്രി ആഘോഷിക്കാനായി ഇവർ പാലസിൽ പോകാൻ ഒരുങ്ങിയപ്പോൾ ഷേഖ് ഹമദി തൻ്റെ മറ്റ് 3 ഭാര്യമാരെയും മക്കളെയും കൂടി ഒപ്പം കൂട്ടുകയാണ്. അങ്ങനെ അന്ന് രാത്രി മണിയറയിൽ ഭർത്താവിനെ കാത്തിരുന്ന തനൂജയ്ക്ക് മനസ്സ് നിറയെ ഭയവും സങ്കടമൊക്കെ ആയിരുന്നു. മണിയറയിലേക്ക് വന്ന ഷേഖ് ഹമദി തനൂജയോട് കുശലമൊക്കെ പറഞ്ഞ ശേഷം നീ ഉറങ്ങിക്കോളൂ, എനിക്ക് തീരെ ശരീരസുഖം തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് കിടന്നു. തനൂജയ്ക്കാണെങ്കിൽ ആശ്വാസവുമായി. മാത്രവുമല്ല ആ മനുഷ്യൻ താൻ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു ക്രൂരനല്ല എന്ന് അവൾക്ക് നേരത്തെ തോന്നിയിരുന്നു. അങ്ങനെ ചുമരോട് പറ്റി തനൂജ അയാൾക്കൊപ്പം ഉറങ്ങാൻ കിടന്നു. വളരെ നേരം കഴിഞ്ഞ് ഒന്ന് കണ്ണു മയങ്ങി അവൾ പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ്. അപ്പോഴാണ് ആ ചുമരിൽ ഒരു നിഴൽ കാണുന്നത്. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അയാൾ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയാണ്. എന്തോ ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞ് അയാൾ നെഞ്ചു തടവി വീർപ്പ് മുട്ടാൻ തുടങ്ങി. കുടിക്കാൻ അവിടെ വച്ചിരുന്ന കൂജയിലെ വെള്ളമെടുത്ത് തനൂജ കൊടുത്തു. അയാൾ ആ കൂജയോടെ കുറച്ച് വെള്ളം കുടിച്ച ശേഷം മതി എന്ന് പറഞ്ഞ് തിരിച്ച് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് കിടന്നു. ആ കൂജയിലെ വെള്ളം തിരിച്ചടച്ചു വയ്ക്കാൻ എടുത്തതും ആ വെള്ളം മുഴുവൻ ചോരയായിരുന്നു. തനൂജ ഇത് കണ്ട് ഞെട്ടിപ്പോയി. ഷേഖിനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തനൂജ സ്തംഭിച്ചു. അയാളുടെ വായിൽ നിന്നും ചോര വരികയാണ്. ഒരു അനക്കവുമില്ലാതെ ആ മനുഷ്യൻ കിടക്കുന്നു. അവൾ അലറി വിളിക്കാൻ തുടങ്ങി. എല്ലാവരും അങ്ങോട്ടേക്ക് എത്തി. അപ്പോഴാണ് ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയുന്നത് ഷേഖ് ഹമദി മരിച്ചു എന്നും. ഷേഖിൻ്റെ മറ്റു ഭാര്യമാരുടെ സംശയമൊക്കെ തനൂജയിലേക്ക് നീളുകയാണ്. ഇത്രയും ദിവസം യാതൊരു കുഴപ്പവുമില്ലാതെ ഇരുന്ന അയാൾ പെട്ടെന്ന്, അതും ഈ ആദ്യരാത്രിയിൽ എങ്ങനെ മരിച്ചു? തനൂജയെ തന്നെയായിരുന്നു എല്ലാവർക്കും സംശയം. തനൂജയാണ് ഷേഖ് ഹമദിനെ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് സുൽഫത്തും ബാദ്ഷായും പോലീസിനെ വിളിച്ച് കാര്യം പറയുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരും തനൂജയെ തന്നെയാണ് സംശയിച്ചത്. ഷേഖ് ഹമദി മരിച്ചുപോയി എന്ന വാർത്ത ഈ ന്യൂസ് ചാനലിലൊക്കെ സ്പ്രെഡായി. ഓട്ടോപ്സി റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ മരണകാരണം അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷമേ തനൂജയ്ക്കെതിരെ എന്തെങ്കിലും ഒരു നടപടിയും എടുക്കാൻ പോലീസിന് പറ്റൂ. പക്ഷേ ഹാർട്ട് അറ്റാക്ക് എന്നാണ് തനൂജ വിശ്വസിച്ചത്. ഈ വിവരം നാട്ടിലുള്ള ഷാനവാസ് അറിഞ്ഞതോടെ അയാൾ ആകെ തളർന്നിരിപ്പായി. കുടുംബത്തിന് വേണ്ടി മകളുടെ ഒരു ജീവിതവും പണയം വെച്ചു. അതിനു പുറമെ ഇപ്പോൾ അവൾ ജയിലിലേക്കുമാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ അയാൾക്ക് അവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇതിനിടയ്ക്ക് ഓട്ടോപ്സി റിപ്പോർട്ട് വരികയാണ്. അതിൽ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി. രക്തത്തിൽ സ്ലോ പോയിസൺ കലർന്നാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നാണ്. ആഴ്ചകളോ മാസങ്ങളോ എടുത്ത് മാത്രമേ ഈ ഒരു മനുഷ്യനെ ഈ സ്ലോ പോയിസൺ കൊടുത്ത് കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ആ സമയത്തൊന്നും തനൂജ ദുബായിൽ പോലും എത്തിയിട്ടില്ല. ഇതോടെ പോലീസിന് തനൂജയിലെ സംശയമൊക്കെ മാറി. അപ്പോൾ ആരായിരിക്കും? ആഹാരത്തിലോ വെള്ളത്തിലോ കലർത്തിയതാവാം ഈ ഒരു പോയിസൺ. അത് വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ എന്തായാലും നൽകാൻ പറ്റുകയുള്ളൂ. പിന്നീട് സംശയം നീണ്ടത് മറ്റു ഭാര്യമാരിലും മക്കളിലുമായി.
പോലീസിന്റെ അന്വേഷണത്തിൽ ഷേഖ് ഹമീദിന്റെ നിരവധി ബിസിനസ് സാമ്രാജ്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തി. പേഴ്സണൽ സ്റ്റാഫായ കരീമിനെയും ചോദ്യം ചെയ്യുകയാണ്. അയാളാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ. പക്ഷേ ഒന്നിലും പോലീസിന് ഒരു തുമ്പും കിട്ടിയില്ല. അപ്പോഴാണ് ഒരു നിർണായക വിവരം കിട്ടുന്നത്. ഷേഖ് ഹമീദിന്റെ വർഷങ്ങൾക്ക് മുൻപുള്ള മറ്റൊരു പേഴ്സണൽ സ്റ്റാഫായിരുന്ന അക്ബർ ചില സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയത് കണ്ടുപിടിച്ചതോടെ അയാളെ ഷേഖ് പുറത്താക്കിയിരുന്നുവെന്നും അയാൾക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു എന്നും. കോടതി എടുത്ത പണം തിരിച്ചു വയ്ക്കാൻ ഈ അക്ബറിനോട് പറഞ്ഞിരുന്നു. അക്ബറിനെ പോലീസ് അതോടെ വിശദമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് പല സത്യങ്ങളും അക്ബറിന്റെ വായിൽ നിന്നും പുറത്തു വരുന്നത്. പണം തിരിച്ചു കൊടുക്കാതിരിക്കാനും ഷേഖ് ഹമീദിന്റെ ബിസിനസ് സാമ്രാജ്യം തട്ടിയെടുക്കുന്നതിനും വേണ്ടിയിട്ട് അക്ബർ കരീമിനെയാണ് കൂട്ടുപിടിച്ചത്. കരീമാണ് അതിനായിട്ട് ഭക്ഷണത്തിൽ ഇത് കലർത്തി കൊടുത്തുകൊണ്ടിരുന്നത്. പ്രതികളായ കരീമിനെയും അക്ബറിനെയും അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി. തനൂജയ്ക്ക് വേണ്ടി മാധ്യമങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഒടുവിൽ നാട്ടിലേക്ക് തിരിച്ചു വന്ന അവളെ ഷാനവാസ് ചേർത്ത് പിടിക്കുകയാണ്. അവളോട് മാപ്പ് ചോദിച്ചു അയാൾ. തനൂജയെ തേടി ഷാഹുലും എത്തി. അവർ വീണ്ടും ഒന്നിക്കുകയാണ്. രണ്ടുപേരുടെയും വിവാഹം കുടുംബക്കാർ ചേർന്ന് ആഘോഷമായി നടത്തി. പിന്നീട് അവരവരുടെ സ്വപ്നം പോലെ ഒരു ആർട്ട് ഗാലറിയൊക്കെ തുടങ്ങുകയാണ്. നല്ല രീതിയിൽ അവരുടെ ലൈഫും അങ്ങനെ മുന്നോട്ട് പോയി. ഈ ഒരു സംഭവത്തിനെ പറ്റി നിങ്ങൾക്ക് ഇതൊരു കെട്ടുകഥയായിട്ട് തോന്നാം, പക്ഷേ ഇത് ശരിക്കും നടന്നതാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായിട്ട് വീണ്ടും വരാം.